ഹേ ഗായ്സ്, അപ്പം നമ്മളിന്ന് വേറൊരു യാത്രയിലാണ് കേട്ടോ. അപ്പം നിങ്ങളെ മുമ്പിൽ കാണുന്നൊരു സീനറി കണ്ടോ? കിടുക്കാച്ച് സീനറി അല്ലേ? അപ്പം നിങ്ങളിപ്പോ ആലോചിക്കുന്നുണ്ടാവും നമ്മളിപ്പോൾ എവിടെയാണ് നിൽക്കുന്നതെന്ന്, അല്ലെങ്കിൽ നമ്മൾ എവിടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയാം, ഇത് നമ്മളെ അറബ് എമിറേറ്റ്സിൻ്റെ ഒരു ഭാഗമാണ്. പക്ഷെ പെട്ടെന്നൊരു നോട്ടത്തിൽ നിങ്ങൾക്കത് മനസ്സിലാവില്ല. കൊടിയൊക്കെ മുമ്പിൽ കാണുമ്പോൾ മനസ്സിലാവും. എന്നാലും ആ മുമ്പിലുള്ള കടൽ കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക്? എനിക്ക് കാണാം. വീഡിയോയിൽ കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എനിക്ക് ഇവിടെ ഇരിക്കുമ്പോൾ ശരിക്കും കാണാൻ പറ്റുന്നുണ്ട്. അപ്പം മലകളും കടലുകളും ഒരുമിച്ചിരിക്കുന്ന ഒരു ഏരിയയിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും രണ്ടു വശത്തും മലകൾ, അതിൻ്റെ നടുക്ക് കടൽ. ഈ ഭാഗത്ത് വരുമ്പോൾ ശരിക്കും നമുക്ക് കാണാം നമ്മളെ ഓപ്പോസിറ്റ് സൈഡിൽ കടൽ കാണുന്നത്. ചുറ്റുവട്ടത്തെ രണ്ട് സൈഡിൽ നമുക്ക് മലകളാണ് കിട്ടുന്നത്. നമ്മളെ മുമ്പിൽ കാണുന്നതാണ് റാന്തൽ റൗണ്ട് അബൌട്ട്. റാന്തൽ റൗണ്ട് അബൌട്ട് കണ്ടല്ലോ. ഇത് നമ്മളെ വിളക്ക് റൗണ്ട് അബൌട്ടാണ്. പണ്ട് കാലത്തെ തൊട്ടുള്ള സംഭവമാണ്. അതൊക്കെ ഒന്ന് പുതുക്കി പണിതിട്ടുണ്ട്. ഇതൊക്കെ UAE ഒരു ഹിസ്റ്ററിയുടെ ഭാഗമായിട്ടുള്ള സംഭവമാണ് കേട്ടോ. സോ ഗൈസ്, നമ്മളിവിടെ ഡോൾഫിൻ റൗണ്ട് അബൌട്ട് എത്തിയിരിക്കുകയാണ്. ഡോൾഫിൻ റൗണ്ട് അബൌട്ട് ഇതും കുറച്ച് പഴയതാണ്. പക്ഷെ ഇടയ്ക്കൊന്ന് പുതുക്കി പണിതെന്നൊക്കെ തോന്നുന്നുണ്ട്. എന്താണ് ഡോൾഫിൻ റൗണ്ട് അബൌട്ട്? ഇവിടുത്തെ സ്ട്രീറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, നല്ല രസമുള്ള സ്ട്രീറ്റാണ്. നല്ല പച്ചപ്പും ഹരിതാപവും, വഴിയിലുടനീളം മരങ്ങളും ചെടികളൊക്കെ ആയിട്ടുള്ള നല്ലൊരു രസമുള്ളൊരു സ്ട്രീറ്റ്സ് ആണ് ഇവിടെ. അത്യാവശ്യം നല്ല തണുപ്പുണ്ട് പുറത്ത്. നമ്മൾ ദുബായിലൊക്കെ ഉള്ളതിനേക്കാളും കുറച്ചുകൂടി തണുപ്പൊക്കെ കാണുന്നുണ്ട് ഇവിടെ. ചെറിയ ചെറിയ ബിൽഡിങ്സും വില്ലാസൊക്കെയാണ് അവിടെ കൂടുതലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഡിബ്ബ എക്സ്പ്ലോർ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് വരാം. ഇഷ്ടംപോലെ ഫാംസും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. നമ്മൾ റൈറ്റ് സൈഡിലൊക്കെ കണ്ടില്ലേ, കുറേ ഫാമുകളും കുറേ വില്ലകളും. വലിയ ഹൈ റൈസ് ബിൽഡിങ്സ് ഒന്നും അധികമില്ല അവിടെ, വളരെ കുറവേ ഉള്ളൂ. നമ്മൾ കുടം റൗണ്ട് അബൌട്ട് എത്തിയിരിക്കുകയാണ്. കുറേ കുടങ്ങളിവിടെ പൊക്കി വെച്ചിരിക്കുന്നത് കാണാം. ഇത് എന്താണ് സംഭവം എന്ന് ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അത് എന്ത് കുടമാണ്, എന്തിനാണിത് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇതും ഇവരുടെ കൾച്ചറുകളുടെ ഭാഗമായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ നമുക്ക് ഇതിനെ കുടം റൗണ്ട് അബൌട്ട് എന്നാണ് നമ്മളൊക്കെ വിളിക്കുന്നത്. ഒറിജിനൽ ഒഫീഷ്യൽ നെയിമൊന്നും നമുക്കറിയില്ല. 3 വശത്തും മലകളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു ചെറിയൊരു ടൗൺ ആണ് ഡിബ്ബ. ഒരു സൈഡിൽ ഫുള്ള് കടൽ എന്ന് വേണമെങ്കിൽ പറയാം. മറ്റു 3 സൈഡിലും വലിയ വലിയ മലകൾ, പർവ്വതങ്ങൾ. നല്ലൊരു രസമുള്ള ഒരു ഏരിയയാണ്. അവിടെ നോക്കിയാൽ നമുക്കൊരു നല്ലൊരു ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. കുറേ വില്ലകളും. പിന്നെ നമുക്ക് കടൽ കാണാൻ പോണ്ടേ, ഒരു സൈഡിൽ കടലാണ് കേട്ടോ. എനിക്ക് എത്തേണ്ട ലൊക്കേഷൻ ഏകദേശം ആയി തുടങ്ങി. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വന്നതാണ്. അപ്പോൾ ഗൈസ്, നമ്മളെ വീഡിയോയിൽ ആദ്യമായിട്ട് വരികയാണ് ബ്രൂസും ജെനി. ഞാൻ നിങ്ങളെ കുറച്ച് നാളായിട്ട് ഇങ്ങനെ പരിചയപ്പെടുത്തുന്ന ഞാൻ വിചാരിച്ചു. പക്ഷെ ജെനി ഇല്ലല്ലോ. അപ്പൊ നീ ഒറ്റയ്ക്കായിട്ട് പരിചയപ്പെടുത്തുന്നത് ശരിയല്ല. അപ്പം അവസാനം ജെനി ഇവിടെ എത്തിയിരിക്കുക നാട്ടിൽ നിന്ന്. അപ്പോൾ നമ്മളെ വീഡിയോയിൽ ആദ്യമായിട്ട് വരുന്നതാണ് ഇവർ രണ്ടുപേരും. ഇപ്പൊ ജെനി എത്ര നാളെ ഇപ്പൊ തിരിച്ചു വന്നിട്ട് നാട്ടിൽ നിന്ന് ഇപ്പൊ ഇവിടെ വന്നിട്ട് എത്ര കൊല്ലമായി? ഇപ്പൊ 9 years ആയിട്ട്. 9 കൊല്ലം കഴിഞ്ഞിട്ടാണ് ഇപ്പൊ ജെനി ഇപ്പൊ ഇങ്ങോട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ട് ഒരു റെസ്റ്റോറന്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ നോർമലി സീറ്റ് ബെൽറ്റ് ഒക്കെ കുറവാണ്. എനിക്ക് വേണ്ടിട്ടുണ്ട്. ഇതുണ്ട് ഇവിടെ ഇൻഡിക്കേറ്റർ. അവർക്ക് ഫേസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഡ്രൈവറെ മാത്രമല്ല അവർ പിടിക്കുന്നത്. ബെൽറ്റ് ആരുടെ അകത്ത് അവരെയാണ് അവർ പിടിക്കുന്നത്.
അന്ന് വന്ന് കഴിഞ്ഞ സീസണല്ലേ, കഴിഞ്ഞല്ലോ വരണേ. നീ ഇവിടെ അന്ന് വന്ന എന്താണ് മറ്റേ ക്യാമ്പിൽ വന്നത് കഴിഞ്ഞ കൊല്ലം സ്റ്റാർട്ടിങ്ങില്ല, ജാനുവരി സൈഡിൽ. ജനുവരി ലെഫ്റ്റ് അല്ല, ഇവിടെ നേരെ പാക്കാൻ സീ ആണല്ലേ. എവിടുന്ന് താഴോട്ട് ഇറങ്ങി കഴിഞ്ഞാലും നമ്മൾ ബീച്ചിലെത്തും. റൗണ്ട് ലെഫ്റ്റ്. ഓക്കെ. ഈ റൗണ്ട് ബോട്ടിലേക്ക് എത്താനാണ്. റൗണ്ട് ബോട്ടിലേക്ക് എത്താൻ വേണ്ടി ചെയ്ത പണി. ശ്രദ്ധിക്കണം അവിടെ. ഇവിടെ ഒന്നും പ്രതീക്ഷിക്കരുത് ഇൻഡിക്കേറ്റർ ഒന്നും കേട്ടോ. എന്താ ദിബയിലാവുന്നില്ല. ദിബയിൽ നിങ്ങൾ വണ്ടി ഓടിക്കുന്നത് അറിയില്ല അല്ലേ? നാട്ടിൽ വണ്ടി ഓടിക്കുന്ന പോലെ. ലെഫ്റ്റ് അല്ലേ, അല്ല റൈറ്റ് അല്ലേ? എനിക്ക് ഈ റോഡ് പരിചയമാണ്. ഞാൻ എൻ്റെ ക്യാമ്പിലേക്ക് വരുമ്പോൾ ഈ റോഡ് തന്നെ എടുക്കാറുണ്ട്. ആ വഴിയല്ല ഞാൻ വരുന്നത് മസാഫിൽ നിന്ന്. ഈ വഴി തന്നെ വന്നിട്ട് അങ്ങോട്ട് കയറുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു ക്യാമറ ഉണ്ട്, അത് ഇവിടുത്തെ എടുത്തു കളഞ്ഞു. ഞങ്ങളെല്ലാവരുടെയും അഭ്യർത്ഥന പ്രകാരം. ഇതൊരു നല്ല വ്യൂ ഉള്ള ലൊക്കേഷൻ അല്ലേ? നേരത്തെ കഴിഞ്ഞ ആഴ്ച ക്രിസ്മസിന്റെ കൂട്ടുന്നതിന് മുമ്പ് ഈ ഒരു ലൊക്കേഷൻ ഉണ്ടോ? ഭയങ്കര രസമല്ലേ? നല്ല ഭംഗിയത് കാണാൻ. അതവിടെ കുളിക്കാനൊന്നും പറ്റില്ല. കുളിക്കാൻ പറ്റില്ല, പക്ഷെ ഇവിടെ വേറെ ഒന്നും ചെയ്യട്ടോ. ഫിഷിങ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ബ്രോക്ക് വേറെ ഒന്നും അല്ലല്ല, സ്നോർക്കലിംഗ് അല്ല, ഇവിടെ ബോട്ട് ചെയ്യാൻ അറിയുന്നേ. ഇപ്പം നമ്മൾ വീണ്ടും അൽഹമൂർ കഴിക്കാൻ വന്നിരിക്കുകയാണ്. അതെന്താ കക്ക വറക്കുന്നു? കക്ക വറക്കുന്നു. പുള്ളി എന്താ ചെയ്തോണ്ടിരിക്കുക? കക്ക വറക്ക എന്താ ചെയ്തോണ്ടിരിക്കുന്നത്? നല്ല അടിപൊളി ലൊക്കേഷൻ. നമ്മൾ ഫോട്ടോഗ്രാഫറോട് ഫോട്ടോ എടുക്കുന്നു. ഇതന്നെയല്ലേ സാധാരണ കൊടുക്കുന്നതല്ലേ? ഇതന്നെ അടിപൊളി. ഫിഷ് എന്താന്ന് സീബ്രീമാണോ അത് എല്ലാം മിക്സാ? ഫോട്ടോ എടുക്കുന്നുണ്ട്. അവളെ അവശിഷ്ടങ്ങള് കണ്ടില്ലേ? സാധാരണ ഇതൊന്നല്ല എന്റെ കഴിപ്പ്. അടിപൊളി ഇതിനും കൂടുതൽ കഴിക്കണ്ടാണ്. എന്താണ് എന്താ പറ്റിയത്? സാധാരണ മീൻ എന്ന് പറഞ്ഞാൽ ബ്രോയ്ക്ക് ഭയങ്കര ഇഷ്ടമല്ലേ? സീ ഫുഡ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ വിചാരിച്ചത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കൊടുന്നത്. മസാല പണി വന്നോ? എല്ലായിടത്തും ഒരേ മസാല അല്ലേ? ഇതെന്തായാലും എനിക്ക് വേണ്ടി മാത്രം മസാല സ്പെഷ്യലാക്കി ഉണ്ടാക്കി വെച്ചിരിക്കാൻ. എന്നെ സംബന്ധിച്ച് ചെറിയൊരു ഇവിടേക്ക് വെള്ളം പോകുന്ന സ്ഥലമാണ്. നമ്മള് അങ്ങോട്ടോ ഇങ്ങോട്ടോ? നേരെ. ഡോൾഫിൻ റൗണ്ട് ബോട്ട്, റാന്തൽ റൗണ്ട് ബോട്ട്. പണ്ടത്തെ റൗണ്ട് ബോട്ട് ഓർമ്മല്ലേ? റാന്തൽ റൗണ്ട് ബോട്ട്. ജനീനോട് എപ്പോഴും പറഞ്ഞല്ലേ മടുക്ക. മറ്റേ കുടുക്ക കലം റൗണ്ട് ബോട്ട് അത് കണ്ടില്ലേ? കലം റൗണ്ട് ബോട്ട്. അയ്യോ പണ്ട് വന്നതാണ് മടുക്ക റൗണ്ട് ബോട്ട്. മടുക്ക മടുക്ക ഇരിക്കുന്നില്ലേ? ഇത് ശരിക്കും പണ്ട് റാസൽഖൈമയുടെ ഭാഗമായിരുന്നല്ലേ ഇത്? ഇപ്പൊ ഏതിന്റെ ഭാഗം? ഷാർജയുടെ ഭാഗമാണ്. കുറച്ച് പൂജാരയും എല്ലാരും കൂടി കൊണ്ട് വാന്തി എടുത്തല്ലേ? KFC ലുലു ഇല്ലാത്ത സ്ഥലമില്ല അല്ലേ?
എനിക്കിത് ഓടിക്കാനുള്ള പ്രാന്തോണ്ടാണ് ഞാൻ ഞാനും തന്നെ ഈ റിലാക്സ് നേരല്ല നമ്മള് ഈ ഒരു റിലാക്സ് സീറ്റിൽ നിന്നിട്ട് എനിക്ക് വളരെ കുറവാണ്. നീ ഇത്ര ആൾക്കാരെ ഓടിക്കുന്ന ആള് ഇടയ്ക്കൊന്ന് റിലാക്സ് നമ്മൾക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്. സെക്കൻഡില് ഇവിടുന്നാണ് എന്റെ വർക്ക് തുടങ്ങുന്നത്. തോന്നുന്നുണ്ട് ജനിയാ ഇവിടുന്ന് സ്കൂൾ വന്ന് ഞാൻ അവരെ ബ്രീഫിന് കൊണ്ടിരുന്ന സ്ഥലമാണ്. അവിടേക്ക് കുട്ടികൾ വന്ന് 7 പേര് കൂടി ഇന്ന് ബ്രീഫിങ് കഴിഞ്ഞിട്ട് മാപ്പ് കൊടുത്ത് നാവിഗേഷൻ തുടങ്ങി വിടുന്നുണ്ട്. പിന്നെ 20 കിലോമീറ്റർ ഞാനിപ്പോ തന്നെ ചെയ്യാറ്. ഇങ്ങനത്തെ ഏതെങ്കിലും ഒരു വഴി കണ്ടു കഴിഞ്ഞാൽ അപ്പൊ വണ്ടി തിരിക്കും, നേരെ നമ്മളെ വഴിക്ക് ഇറങ്ങിക്കണേ. മിക്കവാറും തന്നെ നോർത്ത് സ്റ്റാറിലേക്ക് എടുക്കേണ്ടി വരും അവസാനം. ഗ്രേസിലുള്ളവർക്കാണ് അവിടെ മറ്റേ 4 ചോദിക്കും ചിലവരെ 10-12 ദിവസം ഡെസേർട്ടിലേക്ക് പോയി എങ്ങനെ പറ്റുന്നു. എന്നെ സംബന്ധിച്ച് എനിക്ക് ആ കൂടി മറ്റേ ടോയ്ലറ്റിൽ പോകുമ്പോൾ മാത്രമേ എനിക്ക് പ്രശ്നമുള്ളൂ. ബാക്കി ഭക്ഷണമല്ലല്ലോ എനിക്ക് കുഴപ്പമില്ല. ഈ മലയോട് സംസാരിക്കാൻ എനിക്ക് പറ്റും, അവരെന്നോട് സംസാരിക്കും. ഇതൊരു രസമാണ് ഇങ്ങനെ പോവാൻ. അത് അതിന്റെ ഒരു ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് മാത്രമേ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. എല്ലാവർക്കും ഇത് പറ്റില്ല. എല്ലാവരോടും ചോദിക്കും ഇതിന്റെ ഇടയ്ക്ക് വണ്ടി ഓടിച്ചിട്ട് പോവാ ഇപ്പൊ എന്തിട്ടുള്ളത്, നിനക്ക് എന്താ ഭ്രാന്തുണ്ട് അങ്ങനെ കുലുക്കി പോവാൻ പലരും ചോദിക്കാനും. പക്ഷെ ആ ഒരു രസം അത് എൻജോയ് ചെയ്യുന്നവർക്ക് മാത്രമേ പറ്റുള്ളൂ, അല്ലാണ്ട് എല്ലാവർക്കും പറ്റില്ല. ജനി ഉള്ളതുകൊണ്ട് ഞാൻ മെല്ലനെ ഓടിക്കുന്നുള്ളൂ. എന്താ പറയാ, ഓടിക്കുന്നവർക്ക് ഭയങ്കര സുഖമാണ്, പക്ഷെ ഇരിക്കുന്നവർക്കേ അത്ര സുഖം ഉണ്ടാവില്ല. അല്ല താല്പര്യത്തിലല്ല, ഇങ്ങനെ കുലുങ്ങി പോകുമ്പോഴേ. ഇവിടെ എനിക്കാണ് തന്നെ ഞാൻ ഇപ്പൊ വണ്ടിയുടെ ബാക്കിലിരിക്കുകയാണെങ്കിൽ എനിക്ക് അത്ര സുഖം ഉണ്ടാവില്ല ഇങ്ങനെ വണ്ടി ഈ റോഡിൽ കൂടെ ഓടിക്കുമ്പോൾ. അതാ പറഞ്ഞു ഞാൻ തന്നെ ഓടിക്കണം.